കോട്ടയം വൈക്കം സ്വദേശി ജോർജ് ജെയിംസ്, ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി സുരേഷ് വർഗീസ്, തമിഴ്നാട് തൃശ്ശിനാപ്പള്ളി സ്വദേശി രവിചന്ദ്രൻ, UP സ്വദേശി നജ്മി ഖാൻ എന്നിവരാണ് 90ഓളം പേർ ഒപ്പിട്ട പരാതി റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് നൽകിയത്. നിത്താഖ തെളിവുകാലം അവസാനിച്ച ശേഷം ഇന്ത്യയിലെ 2 റിക്രൂട്ട്മെന്റ് കമ്പനികൾ വഴി സൗദിയിലെത്തിയവരാണിവർ. ഒരാൾക്ക് 1 ലക്ഷം രൂപ ചിലവ് വന്നു. എന്നാൽ ഇപ്പോൾ ജോലിയും ശമ്പളവും നൽകാതെ പീഡിപ്പിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു. ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ചിലവിനുള്ള പൈസ തരുന്നില്ല, ഒന്നും തരുന്നില്ല. ഞങ്ങളാകെ 2 മലയാളികളേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉത്തരേന്ത്യക്കാരാണ്. ഏകദേശം 1200ഓളം പേര് ഉള്ളതിൽ 500-600 പേരോളം ഇപ്പോൾ 2 ക്യാമ്പിലായിട്ടുണ്ട്. 2 മാസമായി ശമ്പളം ലഭിക്കാത്ത ഇവർ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുകയാണ്. 1.5 മാസം வேலை செஞ்சுருக்கு. அதில் இப்போ 1.5 மாதங்க சம்பளம் கிடைக்கல. 700 ரூபா. இப்போ ஏப்ரல் மாதம் லாஸ்ட் 700 ரூபா கொடுத்து, இப்போ மே மாதம் சம்பளம் இல்லை. சாப்பாட்டுக்கு இப்போ ஏப்ரல் மாதத்தில் வந்து 10-12 ദിവസം 10-12 நாளுங்க வந்து நாங்கள் இருந்து, இப்போ வந்து 10-12 நாளுக்கு மேலே ஆகுது, 5 நாள் ஆகுது. இங்கே வந்து கேம்பில் வந்துருக்கிறோம். சாப்பாட்டுக்கு இது வரைக்கும் 1 ரூபா കൊടുക്കില്ല ഒരു കാശ്. നാട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ 5000 റിയാൽ നഷ്ടപരിഹാരവും ടിക്കറ്റും എടുത്താൽ എക്സിറ്റ് നൽകാമെന്നാണ് ഏജൻസികളുടെ മറുപടി. ക്യാമറാമാൻ നൌഷാദ് ഇരിക്കൂറിനൊപ്പം സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.